നമസ്കാരം. ഇന്ത്യയും യുകെയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ഭാഗമായി ഉൽപ്പന്നങ്ങളുടെ ഉത്ഭവത്തിന്റെ രാജ്യം നിശ്ചയിക്കുന്നതിനുള്ള പുതിയ മാർഗരേഖകൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്ന ഈ പുതിയ നിയമങ്ങൾ 2026 ജൂലൈ 15 മുതൽ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരും. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി മേഖലയ്ക്ക് കൂടുതൽ സുതാര്യതയും ആനുകൂല്യങ്ങളും ലഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വ്യാപാര കരാറുകൾക്ക് കീഴിൽ കുറഞ്ഞ നികുതിയിലോ നികുതിയില്ലാതെയോ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ അഥവാ ഉൽപ്പന്നത്തിന്റെ ഉറവിടം സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ്. മൂന്നാമതൊരു രാജ്യം ഈ കരാറിന്റെ ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കാനും നികുതി ഇളവുകൾ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് തന്നെ ലഭിക്കുമെന്ന് ഉറപ്പാക്കാനും ഇത്തരം കർശനമായ നിയമങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഇരു രാജ്യങ്ങളിലെയും നിർദ്ദിഷ്ട നിയുക്ത അതോറിറ്റികൾക്ക് മാത്രമായിരിക്കും ഇനി മുതൽ ഈ സർട്ടിഫിക്കറ്റുകൾ നൽകാനുള്ള അധികാരമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. കസ്റ്റംസ് താരിഫ് നിയമങ്ങൾ 2026 എന്നാണ് പുതിയ ചട്ടങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത്. പുതിയ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ യുകെയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ 99% സമ്പൂർണ്ണ നികുതി ഇളവ് ലഭ്യമാകും. ഇത് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു കുതിച്ചുചാട്ടത്തിന് അവസരമൊരുക്കും. ടെക്സ്റ്റൈൽസ്, സമുദ്രോൽപ്പന്നങ്ങൾ, ലെതർ, പാദരക്ഷകൾ, കായിക സാമഗ്രികൾ, കളിപ്പാട്ടങ്ങൾ, രത്നങ്ങളും ആഭരണങ്ങളും തുടങ്ങിയ പരമ്പരാഗത തൊഴിലധിഷ്ഠിത മേഖലകൾക്ക് ഈ ഇളവ് വലിയ ഉത്തേജനമാകും. കൂടാതെ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഓട്ടോ ഘടകങ്ങൾ, ഓർഗാനിക് കെമിക്കലുകൾ തുടങ്ങിയ വളർന്നുവരുന്ന മേഖലകൾക്കും ഇത് പുതിയ വിപണി തുറന്നു നൽകും. ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ സമീപകാലത്ത് വൻ വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മൊത്തം വ്യാപാരം 8.62% വർദ്ധിച്ച് $25.12 ബില്യൺ ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി $13.44 ബില്യൺ യുകെയിൽ നിന്നുള്ള ഇറക്കുമതി $11.68 ബില്യൺ മുൻ വർഷത്തെ അതായത് 2024-25 കാലഘട്ടത്തിൽ $23.13 ബില്യൺ നിന്നാണ് നേട്ടം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ യുകെയുമായുള്ള വ്യാപാരത്തിൽ $1.76 ബില്യൺ വ്യാപാര മിച്ചം നിലനിർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഇറക്കുമതിയേക്കാൾ കൂടുതൽ കയറ്റുമതി നടത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. പുതിയ നികുതി ഇളവുകൾ വരുന്നതോടെ ഈ വ്യാപാര മിച്ചം ഇനിയും ഉയരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. പുതിയ വിജ്ഞാപനത്തെക്കുറിച്ച് AMRG ഗ്ലോബൽ മാനേജിംഗ് പാർട്ണർ രജത് മോഹൻ പ്രതികരിച്ചത് ഈ നിയമങ്ങൾ വ്യാപാര കരാർ കൂടുതൽ സുതാര്യവും ഫലപ്രദമാക്കാൻ സഹായിക്കുമെന്നാണ്. വ്യാപാര കരാറുകൾ വലിയ തോതിൽ നികുതി ആനുകൂല്യങ്ങൾ നൽകുമ്പോഴും നിശ്ചിത മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്ന യഥാർത്ഥ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇനി ഈ ആനുകൂല്യം ലഭിക്കൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മൂന്നാം രാജ്യങ്ങൾ വഴി ഉൽപ്പന്നങ്ങൾ വഴിതിരിച്ചുവിട്ട് കരാർ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന തടയാൻ പുതിയ ചട്ടക്കൂടിന് സാധിക്കും. ഇത് ഇന്ത്യയിലെയും യുകെയിലെയും യഥാർത്ഥ നിർമ്മാതാക്കൾക്കും കയറ്റുമതിക്കാർക്കും മാത്രമേ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുള്ളൂ എന്നും ഉറപ്പാക്കുന്നു. ചരക്കുകളുടെ സുരക്ഷിതത്വവും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകും. പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ ബിസിനസ് സ്ഥാപനങ്ങൾ തങ്ങളുടെ വിതരണ ശൃംഖലകളും ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവും കൃത്യമായി പുനഃപരിശോധിക്കേണ്ടതുണ്ട്. നികുതി ഇളവുകൾ തേടുന്നതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം തന്നെ പ്രധാനമാണ് ഉൽപ്പന്നങ്ങളുടെ ഉറവിടം തെളിയിക്കുന്ന രേഖകൾ കൃത്യമായി സൂക്ഷിക്കുക എന്നതും. ചുരുക്കത്തിൽ ജൂലൈ 15 മുതൽ നടപ്പിലാക്കുന്ന ഈ പുതിയ നിയമങ്ങൾ ഇന്ത്യ യുകെ വ്യാപാര ബന്ധത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കും.